السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നിയമമാക്കിയിട്ടുള്ള ഒരു അമലാണ്, അതിമഹത്തായ ഒരു സൽക്കർമ്മമാണ് ബലിയറുക്കുക എന്നുള്ള കാര്യം. മറ്റെല്ലാ ഇബാദത്തുകളെ പോലെയും ബലികർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ കർമ്മത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളെ ഉണർത്തുവാനാണ് ഈ ഒരു ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, എന്താണ് ഉദ്ഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്ഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ബലിപെരുന്നാളിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമുൻ നഹർ, അതായത് ദുൽഹിജ്ജ 10, അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ 11, 12, 13, ഈ ദിവസങ്ങളിൽ അറുക്കപ്പെടുന്ന ബലിമൃഗത്തിനാണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ബലിപെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ അറുക്കപ്പെടുന്ന ഉരുവിനാണ്, അറുക്കപ്പെടുന്ന മൃഗത്തിനാണ് ഉദ്ഹിയ എന്ന് ശറഇൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അതിൻ്റെ വിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, അത് നിർബന്ധമാണ് എന്നുള്ളത്, ഓരോ വ്യക്തിക്കും കഴിവുള്ള ഓരോ ആളുകൾക്കും നിർബന്ധമാണ് എന്ന്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, നിർബന്ധമല്ല, സുന്നത്തുൻ മുഅക്കദ, അതായത് ശക്തമായ സുന്നത്താണ് ഒരാൾ ബലികർമ്മം നടത്തുക എന്നുള്ളത്. അത് തന്നെയാണ് റാജിഹായ പ്രബലമായ അഭിപ്രായമായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ബലികർമ്മവും നടക്കുന്നില്ല എങ്കിൽ, ഒരു മഹല്ലിലും ഒരു ബലികർമ്മവും നടക്കുന്നില്ല എങ്കിൽ ആ മഹല്ലിലുള്ള മുഴുവൻ ആളുകളും അതിന് കുറ്റക്കാരാകുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇസ്ലാമിൻ്റെ പ്രകടമായ ഷിയാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട, അതായത് പ്രകടമായ ഒരു നാട്ടിൽ ഇസ്ലാം ഉണ്ട് എന്ന് അറിയിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈദ്ഗാഹ് നടത്തുക എന്നുള്ളത്, അതുപോലെ തന്നെ ബാങ്ക് വിളിക്കപ്പെടുക എന്നുള്ളത്, അതുപോലെ തന്നെ ബലിയറുക്കപ്പെടുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഇസ്ലാമിൻ്റെ പൊതു ഷിയാറുകളാണ്. അപ്പോൾ ആ ഷിയാറുകളെ നിലനിർത്തുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലിലും ബാധ്യതയാണ്. അത് ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ അത് മറ്റെല്ലാവരിൽ നിന്നും ആ കുറ്റം ഒഴിവാകുകയും ചെയ്യും. അതാണ് അതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഉദ്ഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി, ആ വ്യക്തി ദുൽഹിജ്ജ മാസത്തിലേക്ക്
ആ മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ നഖമോ മുടിയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരാൾ മറന്നുകൊണ്ട് ഒരാൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല. എന്നാൽ ഒരാൾ മനഃപൂർവ്വം അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കണം, അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുകയും ചെയ്യണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ പിതാവായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, പൈസ കൊടുക്കുക, ഒരു ഉരുവിനുള്ള പൈസ പിതാവായിരിക്കും കൊടുക്കുക. അങ്ങനെയാണ് എങ്കിൽ ആ പിതാവ് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ നിയമം പാലിച്ചാൽ മതി. അല്ലാതെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ നിയമം പാലിക്കേണ്ടുന്ന ആവശ്യമില്ല. ആരാണോ പണം കൊടുക്കുന്നത്, ആരാണോ അത് നിയ്യത്താക്കിയിട്ടുള്ളത്, ആ വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ നഖവും മുടിയൊന്നും നീക്കം ചെയ്യാതെ ദുൽഹിജ്ജ മാസത്തിൽ കഴിഞ്ഞുകൂടേണ്ടത്. അതുപോലെ തന്നെ എന്തിനെയാണ് ശറഅ് അറുക്കാൻ വേണ്ടി നമുക്ക് നിയമമാക്കി തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആട്, മാട്, ഒട്ടകം, ഈ 3 ഇനങ്ങളിൽ പെട്ടതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ശറഇൽ അറുക്കാൻ വേണ്ടി. അതല്ലാതെ കുതിരയെ അറുക്കാനോ അല്ലെങ്കിൽ കോഴി അറുക്കാനോ ഇതിനൊന്നും എന്തില്ല, ശറഇൽ അനുവാദം നൽകിയിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി എത്രയാണ് അതിൻ്റെ പ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആടാണ് എങ്കിൽ അതിന് 1 വയസ്സ് തികയാണ്. ഇനി പോത്തോ അല്ലെങ്കിൽ പശു പോലുള്ളതാണ് എങ്കിൽ അതിന് 2 വയസ്സ് തികയണം. അതുപോലെ തന്നെ ഒട്ടകമാണ് എങ്കിൽ അതിന് 5 വയസ്സ് തികയണം. പല ആളുകളും കച്ചവടക്കാർ എന്താണോ പറഞ്ഞത് അത് തന്നെ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അറക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ചുകൊണ്ട് അതിനെ നോക്കാൻ കഴിയുന്ന ആളുകൾ, അതായത് അതിന് പ്രായമായോ ഇല്ലേ എന്ന് നോക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അത് നോക്കിപ്പിച്ച് വേണം എന്ത് ചെയ്യാൻ. അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉദഹിയത്ത് എന്ത് ചെയ്യില്ല, സ്വീകാര്യോഗ്യമാവുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ആടാണ് എങ്കിൽ അതിൽ ഷെയർ കൂടാൻ എന്തില്ല, പാടില്ല. എന്നാൽ പശുവോ അല്ലെങ്കിൽ പോത്തോ പോലുള്ള മാടുവർഗ്ഗങ്ങളിൽ പെട്ടതാണ് എങ്കിൽ അതിൽ 7 ഷെയർ വരെ ആകാം. 7 ഷെയർ ഉണ്ടാവണമെന്നല്ല, 7 ഷെയർ വരെ ഒരാൾക്ക് എന്ത് ചെയ്യാം, കൂടാവുന്നതാണ്. ഷെയർ കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 7-1 കുറവുള്ള ഒരു സംഖ്യയിൽ ഷെയർ കൂടാൻ പാടില്ല. ഇപ്പോൾ ഒരു പശുവിൽ അതിന് 70,000 രൂപയാണെന്ന് കൂട്ടുക, 70,000 രൂപ. അപ്പോൾ അതിൽ 7 ഷെയർ കൂടുമ്പോൾ സ്വാഭാവികമായും ഒരു ഷെയറിന് എത്രയായിരിക്കും, 10,000 രൂപയായിരിക്കും വില ഉണ്ടാവുക. ആ 10,000-ലും കുറവ് ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൂടാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 4 ആൾക്കാർ ചേർന്നിട്ട് അല്ലെങ്കിൽ 2 ആൾക്കാർ ചേർന്നിട്ട് 65,000 രൂപ ഒരു പശുവിനാണ് വേണ്ടി ചിലവാക്കി. 70,000 രൂപയാണ്. പിന്നെ ഒരു ഷെയറും കൂടെ ബാക്കിയുണ്ട്, കുറച്ച് പൈസയും കൂടെ ബാക്കിയുണ്ട്, ഒരു 4,000-5,000 രൂപ കൂടെ ബാക്കിയുണ്ട്. എന്നാൽ അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് നമുക്ക് കൂടാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓഹരി 7-1 കുറയാൻ പാടുള്ളതല്ല. അപ്പം 7-1 കുറഞ്ഞ ഒരു ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല, മൂല്യം നമ്മൾ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഷെയർ കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന, പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പലപ്പോഴും നമ്മളൊക്കെ മഹല്ലിൽ എന്ത് ചെയ്യലായിരിക്കും, പള്ളിയിൽ എന്തെങ്കിലേക്കരം പൈസ കൊടുത്ത് ഏൽപ്പിക്കലായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഒന്നായിട്ട് പർച്ചേസ് ചെയ്യും. എത്രയാണോ ഷെയർ ഉള്ളത് അതിന് ഒന്നായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് അതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യൽ, പലപ്പോഴും ക്യാഷ് പ്രഖ്യാപിക്കില്ല. അങ്ങനെ ഇസ്ലാമിൽ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ദീനുൽ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നില്ല. മറിച്ച് അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ പശുവിലും അല്ലെങ്കിൽ ഓരോ പോത്തിലും അതിൻ്റെ വില എത്രയാണോ അതിനെ നിശ്ചയിച്ചുകൊണ്ട് ഓരോ പോത്ത് 7 ആൾക്കാർക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീതിച്ച് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മഹലിൽ 2 പോത്തിനെയാണ് വാങ്ങിയതെന്ന് കൂട്ടുക. അവിടെ ആ മഹലിൽ ആ 2 പോത്തിനും കൂടെ 1,40,000 രൂപയായി എന്നും കൂട്ടുക. പക്ഷേ ഒരു പോത്തിൻ്റെ വില എത്രയാണ്, 80,000. മറ്റേ പോത്തിൻ്റെ വില 60,000. പക്ഷേ ഷെയർ ഇടുമ്പോൾ എങ്ങനെയായിരിക്കും പ്രഖ്യാപിക്കുക, ഒരു ഷെയറിന് 10,000 രൂപ എന്നേക്കാരം പ്രഖ്യാപിക്കുക. അവിടെ 80,000-ൻ്റെയും 60,000-ൻ്റെയും പോത്താണ് അവിടെ ഉള്ളത്. അപ്പോൾ 80,000-ൻ്റെ പോത്തിൻ്റെക്ക് കൊടുത്താൽ എന്തായിരിക്കും, അത് 7-1 കുറവായിരിക്കും. അവരുടെ മുഴുവൻ ഉദ്ഹിയത്തും എന്താണ്, ബാത്തിലായി പോകും. എന്നാൽ 60,000-ലേക്ക് കൊടുത്തു കഴിഞ്ഞാലോ, 60,000-ൽ കൊടുത്തു കഴിഞ്ഞാൽ ഓലടുന്ന് പൈസ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയത് പോലെ ആയിരിക്കും. കാരണം 60,000-ൻ്റെ 7-1 ഇല്ല, 10,000. അത്രയും സംഖ്യ എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളത് ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മഹലിലൊക്കെ കൊടുത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏതാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് എന്ത് ചെയ്യണം, ക്ലിപ്തപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നത്. ഇനി ഒരു ഉരുവിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഉരുവിനെ തന്നെ, അതിൻ്റെ ഭംഗിയിലും അതിൻ്റെ കളറിലും ഒക്കെ നല്ല ഉരുവിനെ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന്
കറുത്ത മൃഗങ്ങളെ, അതായത് കുറഞ്ഞ വെളുപ്പുള്ള കറുത്ത മൃഗങ്ങളെ ആയിരുന്നു, കൂടുതൽ കറുപ്പുള്ള മൃഗങ്ങളെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നത്, അറുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഏറ്റവും അഫ്ളലായതെന്നുള്ളതും അല്ലെങ്കിൽ അത് തന്നെയാണ് സുന്നത്തായ കാര്യം എന്നുള്ളത് പോലും പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതായി കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഏതാണ് അഫ്ളലായത്? ആടുമാട് ഒട്ടകങ്ങളൊക്കെ നമുക്ക് അറുക്കാമെന്ന് പറഞ്ഞു. അതിൽ തന്നെയും ഏറ്റവും അഫ്ളലായ അറിവ് ഏതാണ്? ഒട്ടകത്തെ അറുക്കലാണോ, അതല്ല പശുവിനെ അറുക്കലാണോ, ആടിനെ അറുക്കലാണോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ ഒട്ടകത്തെ അറുക്കുക എന്നുള്ളതാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ പ്രതിഫലം പറഞ്ഞപ്പോൾ ആദ്യ സമയത്ത് വന്നെത്തുന്ന ജുമയിലേക്ക് വന്നെത്തുന്ന ആളുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോൾ ഒട്ടകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒട്ടകം അറുക്കുന്നതല്ല, നേരെ മറിച്ചുകൊണ്ട് ആടിനെ അറുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒട്ടകത്തിന്റെ ഹദീസ് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറുത്തത് ആടിനെയാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ആടിനെ അറുക്കുക എന്നുള്ളതാണ് റാജിഹായ അഭിപ്രായമായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ആടിന് ഒരുപാട് ഫളലുകളും നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ ഒരു ഉത്കൃഷ്ട ജീവിയാണ് എന്ന് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ ഉരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ആ ഉരുവിൽ ഒരു കാരണവശാലും ഉണ്ടാകരുത്. ഒരു അയ്ബ്, ഈ 4 അയ്ബുകൾ പറയാൻ പോകുന്ന 4 അയ്ബുകൾ, കുറവുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. 1, കാഴ്ച പ്രശ്നമുള്ള മൃഗമാവരുത്, അതായത് കാണാത്ത കണ്ണിന് പ്രശ്നമുള്ള മൃഗമാവരുത്. അതുപോലെ തന്നെ കണ്ടാൽ തന്നെയും രോഗമുള്ള മൃഗമാണ്, വാടി ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആര് കണ്ടാലും എന്ത് ചെയ്യും, അതിന് രോഗമുള്ളതാണ് എന്ന് പറയും. ആ രൂപത്തിലുള്ള മൃഗവും ആകാൻ പാടില്ല. അതുപോലെ തന്നെ മുടന്തുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതേ വർഗത്തിൽപ്പെട്ട മൃഗത്തിനോട് നടന്നെത്താൻ പറ്റാത്ത രൂപത്തിൽ മുടന്തുള്ള ഒരു ജീവിയും ആകാൻ പാടില്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന ഉരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തീരെ മെലിഞ്ഞ, തീരെ ഇറച്ചിയില്ലാത്ത ആ രൂപത്തിലുള്ള മൃഗവും ആകാൻ പാടില്ല നമ്മൾ സെലക്ട് ചെയ്യുന്ന മൃഗം എന്ന് പറയുന്നത്. എന്നാൽ ഒരു മൃഗത്തിന് കൊമ്പില്ല, അല്ലെങ്കിൽ കൊമ്പ് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാലിൻ്റെ ഒരു തലപ്പ് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകളാണെങ്കിൽ അത് കുഴപ്പമില്ല. അതിൽ പണ്ഡിതന്മാർ പൊതുവായിട്ട് ഒരു കായിക നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഒഴിവാക്കുന്നത്, നമ്മൾ വേസ്റ്റായി ഒഴിവാക്കുന്നതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടുന്ന ആവശ്യമില്ല, അത് പരിഹരിക്കപ്പെടും. എന്നിരുന്നാലും അതൊക്കെ ജായിസാണെങ്കിലും അതിലൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ല ഉരുവിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആരാണ് ഉദഹിയത്ത് കർമ്മം നിർവഹിക്കേണ്ടുന്നത്? നമുക്കറിയാം, കഴിവുള്ള ആളുകളാണ് അത് നിർവഹിക്കേണ്ടത്. ഇനി ഒരാൾക്ക് സ്വന്തമായി കഴിവൊന്നുമില്ല, പക്ഷേ വേറെ ആളിന് കടം വാങ്ങി അത് തിരിച്ചു കൊടുത്ത് കടം വീട്ടാൻ പറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരും എന്ത് തന്നെയാണ്, ഇതിന് ബാധ്യസ്ഥർ തന്നെയാണ്. എന്നാൽ വീട്ടാനുള്ള കടം എത്തിയിട്ടുണ്ട്, ഉദഹിയത്ത് എത്തിയിട്ടുണ്ട്, ആദ്യം ഏതിനെ മുന്തിക്കേണ്ടത്? വീട്ടാനുള്ള കടം കൊടുക്കണം. അതല്ലാതെ കടം വീട്ടാതെ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ഉദഹിയത്തിലേക്ക് ചേരാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കുടുംബത്തിന് ഒരൊറ്റ ആട് മതിയാകുന്ന, എല്ലാവർക്കും തന്നെ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ഷെയർ കൂടിയാൽ മതി. ഒരു കുടുംബത്തിലുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് ഒരു ഷെയർ കൂടിയാൽ തന്നെയും അതെന്താണ്, അതവർക്ക് മതിയാകുന്നതാണ്. ഇപ്പോൾ പള്ളിയിൽ വാപ്പ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആ കുടുംബത്തിൽ, അതായത് ഒരേ വീട്ടിൽ താമസിക്കുന്ന, വ്യത്യസ്ത വീടുകളിൽ താമസിക്കുന്നല്ല, ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് അവരുടെ ഗൃഹനാഥൻ എന്ത് ചെയ്തു, ഒരു ഷെയർ കൂടി, അതല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും അതേ ഷെയർ തന്നെയും മതിയാകുന്നതാണ്. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടിയുടെ അക്കീക്ക അറുക്കാനുണ്ട്, അതുപോലെ തന്നെ നേർച്ചയാക്കിയതുണ്ട്, അതൊക്കെ ഈ ഉദഹിയത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റൂല. അക്കീക്കക്ക് വേറെ മഖ്സദാണ്, വേറെ ഉദ്ദേശങ്ങളാണ്. അതുപോലെ തന്നെ ഉദഹിയത്തിന് വേറെ ഉദ്ദേശങ്ങളാണ്, നേർച്ചയുടെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ ഓരോ ഇബാദത്തിനും മുസ്തഖില്ലായ, ഓരോ വിവാദത്തിനും പ്രത്യേകമായ മഖ്സദുകൾ, ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അതിൽ ചേർത്താൻ എന്തില്ല, പാടില്ല. ഉദഹിയ പ്രത്യേകം തന്നെ അറക്കുക, അഖീഖ വേറെ തന്നെ അറക്കുക, നേർച്ച വേറെ തന്നെ അറക്കുക. അതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. ഇനി അറുക്കുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് എന്നുകൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹാദാ മിൻക വലക ഹാദാ അന്നി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതോട് കൂടെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തിയത് വഅമ്മൻ ലം യുദഹി മിൻ ഉമ്മത്തി,
അള്ളാഹുവെ ബിസ്മില്ല, അള്ളാഹു അക്ബർ, അള്ളാഹുവെ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, അള്ളാഹു മഹാദ മിൻക, അള്ളാഹുവെ ഇത് നിന്നിൽ നിന്നുള്ളതാണ്, വലക ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്, ഹാദ അന്നി ഇത് എന്നിൽ നിന്നും അള്ളാഹു നീ സ്വീകരിക്കണേ, എൻ്റെ ഉമ്മത്തിൽ ആരൊക്കെയാണോ ഉദ്ഹിയത്ത് നടത്താത്ത ആളുകൾ, കഴിവില്ലാത്ത ആളുകൾ, അവരിൽ നിന്നുമായിക്കൊണ്ട് അള്ളാഹു നീ ഇത് സ്വീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്ത് അറുക്കുന്ന വേളയിൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മിനിമം ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്നെങ്കിലും പറയാം. ഇത് ആരാണ് പറയേണ്ടത്? ഇത് അറുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ നാടുകളിലൊക്കെ അറുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എല്ലാവരും വട്ടം കൂടി നിന്നുകൊണ്ട് തക്ബീർ മുഴക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. അതാരും നമ്മൾ ചെയ്യരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുത്തെ സഹാബാക്കളോ ഒന്നും ചെയ്യാത്ത ഒരു ബിദ്അത്തായ കാര്യമാണ് എല്ലാവരും പാടെ കൂടി നിന്നുകൊണ്ട് തക്ബീർ മുഴക്കുക എന്നത്. അപ്പോൾ അറുക്കുന്ന ആളെന്ത് ചെയ്യുക? ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അറുക്കുക. ഇനി ഒന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ അല്ലാഹു മഹാദ മിൻക വലക വഹാദ അന്നി എന്നുകൂടെ എന്ത് ചെയ്യുക? അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളെ നമ്മുടെ നിയ്യത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നമ്മുടെ ഒരു ഉദ്ഹിയത്തിന് വേണ്ടി ഷെയർ കൂടിയിട്ടുണ്ട് എങ്കിൽ ഇതെൻ്റെ ഉമ്മാക്കും കൂടി കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കാൻ പറ്റും, കുഴപ്പമില്ല. അത് അവർക്കും അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് അറവ് നടത്തുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അവരുടെ പേരിൽ മാത്രമായിക്കൊണ്ട് അറവ് നടത്തുക. എന്നാൽ നമ്മൾ അറവ് നടത്തുകയാണ്, അപ്പോൾ നമ്മളും നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതുന്ന കൂട്ടത്തിൽ, നിയ്യത്ത് വെക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കൂടി നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൂടെ അതെന്ത് ചെയ്യും? ലഭിക്കുമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ മാംസം എന്ത് ചെയ്യണം? പലപ്പോഴും പല ആളുകളും പറയും അതിൻ്റെ 1/3 കഴിക്കണം, 1/3 എടുത്തു വെക്കണം, 1/3 വിതരണം ചെയ്യണം എന്നൊക്കെ. അങ്ങനെ പ്രത്യേകമായ ഒരു കണക്കല്ല. നേരെ മറിച്ച് ഇതെല്ലാം ചെയ്യണം. ഒരാൾക്ക് അതിൽ നിന്ന് കഴിക്കണം, അതുപോലെ തന്നെ അത് വിതരണം ചെയ്യാം, അതുപോലെ തന്നെ അത് എടുത്തു വെക്കുകയും ചെയ്യാം. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കണക്കിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടുന്ന ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു മസ്അല, ഇത് ഒരു അമുസ്ലിമായ മനുഷ്യന് ഈ മാംസം നൽകാൻ പറ്റുമോ? അമുസ്ലിമായ മനുഷ്യർക്ക് നൽകാം. എങ്ങനെയുണ്ടെങ്കിൽ അയാൾ ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന അല്ലെങ്കിൽ മോശമാക്കി കാണുന്ന ഒരാളല്ല എങ്കിൽ അന്യമതസ്ഥരായ ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം? ഉദ്ഹിയത്തിൻ്റെ ഇറച്ചി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഇനി ഉദ്ഹിയത്തിൻ്റെ ഇറച്ചി കൊടുക്കണമെങ്കിൽ അയാൾ ഫക്കീറാകണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. ആർക്കും നമുക്ക് എന്ത് ചെയ്യാം? ഉദ്ഹിയത്തിൻ്റെ ഇറച്ചി വിതരണം ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉദ്ഹിയത്ത് അറുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. ആ ഉദ്ഹിയത്ത് അറുത്ത മൃഗത്തിൽ നിന്നിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതാവട്ടെ ഉപയോഗിക്കാത്തതാകട്ടെ ഒന്നും തന്നെ വിൽപ്പന നടത്താൻ പാടില്ല. നമ്മൾ വെറുതെ കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ തൊലി നമ്മളെന്ത് ചെയ്യും? എന്തായാലും ഉപയോഗിക്കൂല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അറുത്ത ആളുടെ ഉജറത്ത് എന്നുള്ള നിലയ്ക്ക്, അയാളുടെ കൂലി എന്നുള്ള നിലയ്ക്ക് ആ തൊലി കൊടുക്കും. അതല്ലെങ്കിൽ അതിൻ്റെ എല്ല്, അതല്ലെങ്കിൽ അതിൻ്റെ പല്ല്, അതുകൊണ്ട് എന്തൊക്കെയാണോ വേസ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഉപകരിക്കാത്ത സാധനങ്ങളുള്ളത്, അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും അത് വിൽപ്പന നടത്താൻ പാടുള്ളതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നാൽ ഒരാൾക്ക് കിട്ടിയ മൃഗമാണ്, അതായത് ഇറച്ചി കിട്ടിയതാണ്, ആ ഇറച്ചിയൊക്കെ വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റും. കിട്ടിയ ആൾക്കാർക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ ഇത് അറുക്കുന്ന ആരാണോ ഉദ്ഹിയത്ത് നിയ്യത്താക്കിയിട്ടുള്ളത് ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് വിൽപ്പന നടത്താനോ മറ്റു ക്രയവിക്രയങ്ങൾ നടത്താനോ പാടില്ല. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രീ ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടി, നമ്മളെ പേരിൽ ഇഷ്ടംപോലെ ഇറച്ചി ഉണ്ടേനും ഈ ഇറച്ചി എനിക്ക് ഉപകാരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഇറച്ചി എടുത്ത് വിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും നമ്മളാണ് ഉദ്ഹിയത്ത് അറുക്കുന്നത് എങ്കിൽ നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഒന്നും തന്നെ, അത് ഉപയോഗിക്കുന്നതാവട്ടെ ഉപയോഗിക്കാത്താവട്ടെ ഒന്നും തന്നെ വിൽക്കാൻ പാടുള്ളതല്ല. ഇനി ചില നാടുകളിൽ പണം കൊടുക്കുന്ന ഏർപ്പാട് കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പണമാണ്, അല്ലാതെ ഇറച്ചിയല്ല അവർക്ക് ആവശ്യം. അതുകൊണ്ട് പണം കൊടുത്തയക്കാമെന്ന് കരുതിക്കൊണ്ട് പല ആളുകൾ ചെയ്യുന്നുണ്ട്. അതും എന്തല്ല, ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. നേരെ മറിച്ചുകൊണ്ട് അറവ് നടത്തേണ്ടത് അറവ് തന്നെ നടത്തണം. അതുപോലെ തന്നെ ചില ആളുകൾ മാംസം വാങ്ങിച്ചു കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കലുണ്ട്. ഇറച്ചിപ്പീടിയിൽ നിന്ന് മാംസം വാങ്ങിച്ചു കൊടുത്താലും എന്തില്ല, അതൊന്നും ഉദ്ഹിയത്തിന് പകരമാവുകയില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, പല ആളുകളും ഗൗരവത്തോടു കൂടി കാണാത്ത ഒരു സംഗതിയാണ്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ ആയിരിക്കണം. ആ ഉരുവിനെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ അതിനെ
അറുക്കുന്ന ഒരു രൂപത്തിലുള്ള കത്തി കൊണ്ടായിരിക്കണം അതിനെ അറുക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ ഏത് ഉരുവിനെയാണോ അറുക്കുന്നത്, ഇപ്പം 4 5 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉരുവിനെ അറുക്കുന്ന വേളയിൽ മറ്റൊരു ഉരു അത് കാണാൻ അതൊരിക്കലും നമ്മൾ സമ്മതിക്കില്ല. അത് കൃത്യമായ മറയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. പല ആളുകളും അത് തീരെ ഗൗരവത്തിലെടുക്കാറില്ല. തൊട്ട് അടുത്തതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ അറുക്കുക, എന്നിട്ട് അത് ഓടിപ്പോവുക, എന്നിട്ട് അതിൻ്റെ പിന്നാലോടാൻ വേറെ കുറേ ആൾക്കാർ. ഇങ്ങനെ ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ചിട്ട് കൃത്യമായൊരു മറയോ കർട്ടനോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മറച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉദ്ഹിയത്ത് കർമ്മം നടത്തേണ്ടത്. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഉദ്ഹിയത്തിൻ്റെ ഈ നിയമവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ മസായികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ സ്റ്റാറ്റസ് ആയിട്ടും അതല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ കാണലുണ്ട്. അതിൻ്റെ രക്തത്തിന് എത്ര പ്രതിഫലം, അതിൻ്റെ രോമത്തിന് എത്ര പ്രതിഫലം, ആ ഉരുവിൻ്റെ മേലിലായിരിക്കും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുക. ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്തരത്തിൽ വന്ന ഒരു ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്ന കാര്യങ്ങളല്ല നമ്മൾ മനസ്സിലാക്കുക. ഒരു ഹദീസും, ഏത് ഹദീസ് ആയിക്കൊള്ളട്ടെ, നമുക്ക് ആ ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ മസ്ദർ, അത് എവിടെ നിന്ന് വന്നു, ആര് പറഞ്ഞു, ആരാണ് ഇതിനെ സ്വഹീഹാക്കിയത് എന്നുള്ള കാര്യം അന്വേഷിച്ചതിൻ്റെ ശേഷമല്ലാതെ ഒരിക്കലും നമ്മളത് പ്രചരിപ്പിക്കാനോ സ്റ്റാറ്റസ് വെക്കാനോ വീഡിയോ ആക്കിയിട്ട് വിടാനോ ഒന്നും എന്തില്ല, പാടില്ല. അത് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക. കാരണം അതും എന്ത് ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞവനെ പോലെ ആയി മാറാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഉദ്ഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട ഏതാനും സുപ്രധാനമായ മസായിലുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി പലപ്പോഴും പല ആളുകളും എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും, സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എങ്കിലും അവർ പലപ്പോഴും ഉദ്ഹിയത്തിൽ പങ്കുകൊള്ളാറില്ല എന്നാണ്. എല്ലാ മുസ്ലിമീങ്ങൾ അധിക ആളുകൾക്കും എന്തുണ്ട്, ഒരു ഉരുവിനെ ഷെയർ കൊടുക്കാനോ അതല്ലെങ്കിൽ ഒരുവിനെ വാങ്ങി ഇറക്കാനൊക്കെ പല ആളുകൾക്കും കഴിവുണ്ടായിട്ടും പല ആളുകളും എന്ത് ചെയ്യാറില്ല, അതൊന്നും ചെയ്യാറില്ല. അവർക്കുമായും അവർ കേൾക്കേണ്ടുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൻ കാന ലഹു സഅത്തുൻ, ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകിയിട്ടുള്ളത്, വലം യുളഹി, എന്നിട്ടും അയാൾ ഉദ്ഹിയത്തിൽ പങ്കുകൊള്ളുന്നില്ല എങ്കിൽ, ഉദ്ഹിയത്ത് അറുത്തിട്ടില്ല എങ്കിൽ, ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ അറബി അറിയുന്ന ആളുകൾക്കറിയാം, ശരിക്കും അടുക്കരുത് എന്ന് പറയാൻ വേണ്ടി ഫലാ യഖ്റബ്, അയാൾ അടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യഖ്റബന്ന, അവൻ ഒരിക്കലും അടുക്കരുത് എന്ന് ശക്തമായ ഭാഷയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ഹദീസാണ് ഉദ്ഹിയത്ത് ഓരോ വ്യക്തികൾക്കും നിർബന്ധ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാരെ പറയിപ്പിക്കാനുള്ള ഒരു പ്രേരണ ഈ ഒരു ഹദീസും കൂടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആർക്കാണോ വിശാലതയുള്ളത്, ആർക്കാണോ അറുക്കാൻ കഴിവുള്ള ആളുകൾ, അവർ നിർബന്ധമായും ഒരു ഉരുവിനെ വാങ്ങിക്കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഷെയറിൽ പങ്കാളിയായിക്കൊണ്ടോ ഉദ്ഹിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച്, ഖിയാമത്ത് നാളിൽ നമ്മളതിൻ്റെ വരുംവരായികളെക്കുറിച്ച് നേരിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.